Hi friends, today let us study Dadabhai Nauroji's concept of economic drain. Nauroji is famous as an economist for his drain theory. He attributed the poverty of India to British rule. He felt that under the British rule, India had the largest and costliest administration in the world. The consequence of foreign domination was the drain of wealth of India into England. He thought the extravagant cost of British administration had a disastrous effect on the Indian economy. Nauroji estimated that the drain, which was to the tune of 3 million at the beginning of the 19th century, increased to 30 million towards the end of the century. നമുക്കറിയാം ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ഇന്ത്യൻ ഇക്കോണമിസ്റ്റ് അദ്ദേഹം ഫേമസ് ആവുക അദ്ദേഹത്തിന്റെ ഡ്രെയിൻ തിയറിയിലൂടെയാണ്, എക്കണോമിക് ഡ്രെയിൻ തിയറി. ഇതിൽ ദാദാഭായ് നവറോജി പറയുന്നത് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണമാണെന്ന് അദ്ദേഹം പറയുക. കാരണം ലോകത്ത് ഏറ്റവും ചെലവേറിയ ഒരു ഭരണമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പരിണിത ഫലം എന്താണ്? നമ്മുടെ വെൽത്ത്, നമ്മുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകി. അത് ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതം വളരെ വലുതാണ്. അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്ത ഇതാണ്, 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഏകദേശം 3 മില്യൺ ആണ് ഈ രൂപത്തിൽ അങ്ങോട്ടേക്ക് ഒഴുകിയതെങ്കിൽ ആ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്ത് 30 മില്യൺ ആയി അത് വർദ്ധിക്കുകയുണ്ടായി. അത്ര വലിയ തോതിലുള്ള ഒരു ചൂഷണമാണ് അവിടെ നടന്നത്. സോ അക്കോർഡിംഗ് ടു നൗറോജി, this heavy drain of wealth from India into England was one of the main causes of the poverty in India. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ ഇന്ത്യയിൽ നിന്നും ധാരാളമായിട്ടുള്ള സമ്പത്ത് അങ്ങോട്ടേക്ക് ഒഴുകിയത്. The drain of wealth took place in a number of ways. പല രൂപത്തിലാണ് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിയത്. First, large remittances were made by the European officials of their savings in India. യൂറോപ്യൻ ഒഫീഷ്യൽസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഒക്കെ ഇവിടുന്ന് നേടിയ അവരുടെ സമ്പാദ്യം വളരെ വലിയൊരു സമ്പാദ്യമാണ് ബ്രിട്ടനിലേക്ക് ആ കാലഘട്ടത്തിൽ ഒഴുകിയിട്ടുള്ളത്. Second, large remittances were made in the form of salaries and pensions. നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ത്യ നൽകിയ സാലറി വളരെ വലുതാണ്. അവർക്ക് പെൻഷൻ കൊടുക്കേണ്ട ബാധ്യതയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സാലറിയും പെൻഷനുമായി വളരെ വലിയൊരു എമൗണ്ട് അങ്ങോട്ടേക്ക് ഒഴുകുകയുണ്ടായി. അതുപോലെ തേർഡ്, ഇന്ത്യ ഓഫൺ ഹാഡ് ടു പേ ഫോർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ഇന്ത്യ ടു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയുടെ ഭരണത്തിനുള്ള ഭരണച്ചെലവ് മാത്രമല്ല ഇന്ത്യ വഹിക്കേണ്ടി വന്നത്, മറിച്ച് ബ്രിട്ടന്റെ ഭരണച്ചെലവ് കൂടി പലപ്പോഴും ഇന്ത്യക്ക് വഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോർത്ത് വൺ, നോൺ ഒഫീഷ്യൽ യൂറോപ്യൻസ് മെയ്ഡ് റെമിറ്റൻസസ് ഫ്രം their business profits in India. This money which has gone out of India to England has once again come back as British capital, and foreigners have monopolized trade and industry. എന്താണ്? ഇവിടെ നിന്ന് അവരുണ്ടാക്കുന്ന ലാഭം വളരെ വലിയ ലാഭമാണ്. അവരുടെ എന്താണ് ഇവിടെ നടക്കുന്ന സംരംഭത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നത്, അത് ബ്രിട്ടനിലേക്ക് കടക്കുന്നു. അവിടുന്ന് വീണ്ടും ആ സാധനം ഇവിടെ ബ്രിട്ടീഷ് ക്യാപിറ്റലായി ഇവിടെ വരികയും ബ്രിട്ടീഷ് സംരംഭങ്ങളായി ഇവിടെ വരികയും വീണ്ടും എന്താണ് ഇവിടെ അവരുടെ കുത്തക സംരംഭങ്ങൾ രൂപീകരിച്ച് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ തകർത്ത് വലിയ ലാഭം ഉണ്ടാക്കി അത് വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ്. സോ ഇറ്റ് ഹാസ് വൺസ് അഗൈൻ റിസൾട്ടഡ് ഇൻ ദി ഡ്രെയിൻ ഓഫ് വെൽത്ത്. അത് സമ്പത്തിന്റെ വീണ്ടും എന്താണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒഴുക്കിന് കാരണമാവുകയുണ്ടായി. Thus, the economic drain has become continuous and it has affected capital formation in India. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഈ നിരന്തരമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്ത്യൻ സമ്പത്തിന്റെ അങ്ങോട്ടുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മൂലധന രൂപീകരണത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ, വികസനത്തെ അത് പുറകോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട്.
Now let us find out what are the major or important measures that is suggested by Navroji to remove India's poverty and to reduce the drain. ഈ ഇന്ത്യയുടെ ദാരിദ്ര്യം കുറയ്ക്കാനും ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള സമ്പത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനുമായി നവറോജി ഏതാനും നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഷുഡ് പേ ഓൾ സാലറീസ് ടു ദെയർ പീപ്പിൾ വിതിൻ ദെയർ ബൗണ്ടറീസ്. ഒന്നാമത്തെ കണ്ടീഷൻ, ഇന്ത്യയും ഇംഗ്ലണ്ടും തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ സാലറി അവരവരുടെ പ്രദേശത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരുടെ സാലറി ഇന്ത്യക്കാർ കൊടുക്കുക, ബ്രിട്ടനിൽ വർക്ക് ചെയ്യുന്നവരുടെ സാലറി ബ്രിട്ടീഷുകാർ കൊടുക്കുക. With regard to the Englishmen employed in India and the Indians employed in England, there should be a fair and reasonable apportionment between the two countries. ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതും ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്നതും തമ്മിൽ എന്താണ്, അവർക്ക് കൊടുക്കുന്ന വേതനത്തില് ഒരു ഏകത ഉണ്ടാകണം, ഒരു സാമ്യത ഉണ്ടാകണം. യൂറോപ്യൻസ് ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ വലിയ എമൗണ്ടും ഇന്ത്യക്കാര് ഈ ബ്രിട്ടനിൽ ജോലി ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് കൊടുക്കുന്ന രീതിയിലുള്ള ചൂഷണം പാടില്ല. അതിന് ഒരു ഏക മാനദണ്ഡം ഉണ്ടാകണം, അതിനൊരു സമത്വം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമത്, as the Englishmen were paid reasonable salaries while they are served in India, there was no need to pay pension to them. എന്താണ് അടുത്ത നടപടി? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് മതിയായ വേതനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതിന് 5 ഇരട്ടിയും 6 ഇരട്ടിയും 8 ഇരട്ടിയൊക്കെയാണ് അവർ മേടിക്കുന്നത്. അതുകൊണ്ട് മാന്യമായ പ്രതിഫലം കൊടുക്കുന്നത് കൊണ്ട് വീണ്ടും അവർക്ക് പെൻഷൻ നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ഇന്ത്യക്കില്ല. Third one, as there was no danger of invasion of India by sea, and all advantages from the Indian Navy went to England, India should not be charged any portion of the expenditure incurred on the maintenance of the Indian Navy. എന്താണ്, ഇന്ത്യയെ സംബന്ധിച്ച് കടൽ മാർഗം ഒരു ആക്രമണത്തിന് പേടിക്കേണ്ടതില്ല. ആരും ഇന്ത്യയെ ആക്രമിക്കുകയില്ല. കടൽ മാർഗമുള്ള ആക്രമണത്തെ ഇന്ത്യക്ക് ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു നേവി ഉണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാവിധ അഡ്വാൻറ്റേജസും ആർക്കുള്ളതാണ്? അത് ബ്രിട്ടീഷുകാർക്കുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്ത് ചെയ്യണം? അതിന്റെ ചെലവുകൾ കംപ്ലീറ്റ് ആര് വഹിക്കുക? ഇംഗ്ലണ്ട് വഹിക്കണം.